ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. സ്നേഹപിതാവായ ദൈവത്തിൻ്റെ കൃപയും ക്രിസ്തുവിൻ്റെ കരുണാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ബൈബിളിൽ ഒരുപാട് സുന്ദര കഥകളുണ്ട്. അതിലൊന്ന് യോനാ പ്രവാചകൻ്റെ കഥ തന്നെയാണ്. കാറ്റഗിസൺ ക്ലാസ് മുതൽ നമുക്കറിയാം ആ കഥ. ദൈവം യോനായെ വിളിക്കുന്നു നിനവയിലേക്ക് പോകാൻ. അവൻ താർസൂസിലേക്ക് പോകുന്നു. കപ്പൽ കയറുന്നു. മത്സ്യം അവനെ വിഴുങ്ങുന്നു. മത്സ്യം അവനെ നിനവയിലേക്ക് കൊണ്ടുപോകുന്നു. വചനം പ്രഘോഷിക്കുന്നു. നിനവെ നിവാസിയുടെ മുഴുവനും മാനസാന്തരപ്പെടുത്തുന്നു. സുന്ദരമായ കഥ തന്നെയാണ്. ചെറുപ്പത്തിലെ എല്ലാവർക്കും അറിയാം, ഇപ്പോഴും അറിയാം. എന്നാൽ ഈ കഥയ്ക്കപ്പുറത്തുള്ള ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ധ്യാനിക്കണം. എല്ലാ കഥയ്ക്ക് പിന്നിലുണ്ട് ചില ആത്മീയ പാഠങ്ങൾ. യോന ഏതൊരുവൻ്റെയും ഉള്ളിലുള്ളൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ കുറേ ഗൗരവത്തിൽ നാം ധ്യാനിക്കേണ്ടതുണ്ട്. യോനായുടെ പേരിൽ ആ പുസ്തകം. എന്നാൽ ദൈവം തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ അടിവേര്. യോനയെക്കുറിച്ച് വെറും 18 പ്രാവശ്യമേ പരാമർശങ്ങളുള്ളൂ. ദൈവത്തെക്കുറിച്ചാകട്ടെ 38 പ്രാവശ്യം. അത്രമാത്രം ദൈവം യോനായുടെ പിന്നിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. സത്യത്തിൽ നഷ്ടപ്പെട്ടൊരു നാടിനെ വീണ്ടെടുക്കാൻ, അകന്നുപോയ യോനായെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നൊരു സ്നേഹം നിറഞ്ഞ പിതാവ് തന്നെയാണ് ദൈവം. വഴിതെറ്റിപ്പോയ ധൂർത്തനായ പുത്രൻ തിരിച്ചു വരാൻ കൊതിച്ച ആ ഉപമയിലെ സ്നേഹപിതാവ് തന്നെ ദൈവമെന്ന് യോനായുടെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. സത്യത്തിൽ ചെറിയൊരു പുസ്തകമാണ്. വെറും 4 അധ്യായങ്ങളേ ഉള്ളൂ. 15 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാം. കൂടി വന്നാൽ 48 വചനങ്ങൾ, 1300 വാക്കുകൾ. ഇതിനപ്പുറം പോകില്ല ഈ പുസ്തകം. ചെറുതാണെങ്കിലും ഒരുപാട് വലിയ പാഠങ്ങൾ ഈ പുസ്തകം നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വെറും 4 അധ്യായങ്ങളേ ഉള്ളൂ എന്ന്. യോനായുടെ ജീവിതത്തിലെ 4 അധ്യായങ്ങൾ തന്നെയാണ് ഈ പുസ്തകം. ഏതൊരുവൻ്റെ ജീവിതത്തിലും 4 തലങ്ങൾ. ആദ്യത്തെ അധ്യായം പലായനമാണ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പലായനം ചെയ്യുന്ന യോനായെ അത് കാണുന്നത്. രണ്ടാമത്തെ അധ്യായം പ്രാർത്ഥനയാണ്. മത്സ്യത്തിൻ്റെ ഉദരത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന യോന. മൂന്നാമത്തേത് പ്രസംഗമാണ്. നിനവെ നിവാസികളോട് വചനത്തിൻ്റെ അഗ്നി കൊണ്ട് പ്രസംഗിക്കുന്ന യോനാ പ്രവാചകൻ. നാലാമത്തേത് പരിവർത്തനമാണ്. യോനായ്ക്ക് തന്നെ ഉണ്ടാകുന്ന പരിവർത്തനം. അതെ, പലായനം, പ്രാർത്ഥന, പ്രസംഗം, പരിവർത്തനം. ഏതൊരുവൻ്റെ ജീവിതത്തിലുമുള്ള 4 തലങ്ങൾ. നമുക്കാദ്യം പലായനത്തിലേക്ക് വരാം. സ്വസ്ഥമായി ജീവിച്ചിരുന്ന യോനാ പ്രവാചകൻ. ധീരമായതൊന്നും അവൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനേവയിലേക്ക് പോകാൻ. ഗോ ടു നിനേവെ. ഒരു സാഹസികമായ നിയോഗം ദൈവം ഏൽപ്പിക്കുന്നത്. അതോടെ അവൻ ഭീരുവായി. ദൈവം ലളിതസുന്ദരമായ മാർഗങ്ങൾ പറയുമ്പോൾ ജീവിക്കാൻ എളുപ്പമാണ്. സാഹസികമായ വഴി അവിടെ നിന്ന് തുറന്നു കാണിക്കുമ്പോൾ പലരും പിന്മാറും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ യോന എന്തുകൊണ്ടാണ് നിനേവിലേക്ക് പോകാതിരുന്നത്? ചരിത്രം പറയുന്നത് ഈ നിനവെ അസിറിയയുടെ തലസ്ഥാനമായിരുന്നുവെന്ന. അസിറിയ ആ കാലത്ത് ഏറ്റവും ശക്തമായൊരു സാമ്രാജ്യമാണ്. അതിൻ്റെ തലസ്ഥാനമാകുമ്പോൾ എല്ലാവിധ പാപത്തിൻ്റെ മലിനതകളും തിങ്ങിപ്പാർക്കുന്നൊരു നഗരമാണ്. അതിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു പോവുക എന്നത് അപകടം തന്നെയാണ്. പാകിസ്ഥാനിൽ പോയി ഒരു ഇന്ത്യക്കാരൻ ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ IS ക്യാമ്പിലേക്ക് പോയി ക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ചൊരു മിഷണറി പറയുന്നത് പോലെ അപകടം നിറഞ്ഞൊരു വെല്ലുവിളി.
അതുകൊണ്ട് തന്നെ അവൻ ഭയപ്പെട്ടു പിന്മാറി പലായനം ആരംഭിച്ചു. ഓർക്കണം, ഒരുപാട് പേർ ദൈവം ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ മനസ്സില്ലാതെ പിന്മാറുന്നവരാ. കുടുംബത്തിലാകട്ടെ സമർപ്പണ ജീവിതത്തിലാകട്ടെ ഒരുപാട് പേര് നാം കാണുന്നുണ്ട്. യോന അവരുടെ പ്രതിനിധിയാണ്. പുസ്തകം പറയുന്നത് അവൻ ആഗ്രഹിച്ചത് താർസൂസിലേക്ക് പോകാൻ, 2000 മൈൽ അകലെയുള്ള താർസൂസിലേക്ക്. ഒരു മനുഷ്യന് എത്താനാകുന്ന ഏറ്റവും അവസാനത്തെ ഇടമാണത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും അവൻ ഓടാൻ ആഗ്രഹിക്കുന്നു. പരമാവധി ദൂരം ഓടാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിവട്ടത്തിൽ നിന്നും അപ്പുറം കടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അവൻ വെറുതെ ശ്രമിച്ചു നോക്കി. ജോപ്പായിൽ നിന്നും താഴ്വരയിലേക്കാണ് അവൻ യാത്ര ചെയ്തത്. പിന്നെ കപ്പലിൽ കയറുന്നു. കപ്പലിൽ നിന്നവൻ കടലിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നു. നോക്കുക, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഓടാൻ ആരംഭിച്ചപ്പോൾ അവൻ താഴെക്കടയിലേക്കാണ് പോയത്. ജോപ്പ കുന്ന, അതിൽ നിന്നും താഴ്വരയിലേക്ക്, പിന്നെ കടലിലേക്ക്, അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക്. ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് യാത്ര ആരംഭിച്ചാൽ അവൻ പോകുന്നത് താഴേക്ക് തന്നെയാണ്. ആദ്യ മാതാപിതാക്കൾ തന്നെ എടുക്കുക. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ജ്ഞാനവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ ആ പർദീസയുടെ ഉന്നത തലങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ദൂർത്തപുത്രൻ്റെ ജീവിതം തന്നെ എടുക്കാം. പിതാവിൻ്റെ ആ കരുണകടാശം വിട്ടുകൊണ്ടവൻ യാത്ര ആരംഭിച്ചപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ ഏതൊരു മനുഷ്യൻ്റെ ഭൃത്യനായിട്ട് മാറുന്നു, ഭിത്തരുടെ കൂടെ. ഒടുവിൽ ദൂതപുത്രൻ്റെ കഥ അവസാനിക്കുമ്പോൾ അവൻ പന്നിക്കൂട്ടിലാണ്. അവനും താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഇങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ സ്നേഹകവചം വിട്ട് പുറത്തു പോകുന്നവരൊക്കെ താഴേക്ക് തന്നെ. യോനായും താഴേക്ക് തന്നെ പോയി ആരംഭിച്ചു. അവൻ കൽപ്പനയൊക്കെ ലംഘിച്ച് പോകാൻ ആരംഭിച്ചപ്പോൾ സാഹചര്യങ്ങളൊക്കെ അവൻ അനുകൂലമായിരുന്നു. തീരത്ത് കപ്പലുണ്ടായിരുന്നു, പോകാനുള്ള യാത്രാക്കൂലിയും ഉണ്ടായിരുന്നു. എല്ലാം അനുകൂലമായപ്പോൾ അവൻ വിചാരിച്ചു ദൈവം കാണുന്നില്ല എന്ന്. ചില മനുഷ്യരൊക്കെ പാപ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അനുകൂലമായതൊക്കെ വരും. അവർ വിചാരിക്കുന്നത് ദൈവം അറിയുന്നില്ല, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്നാണ്. ദൈവത്തിന് നിങ്ങളെ വേണമെങ്കിൽ അവൻ അറിയാം എപ്പോൾ അവനെ നിന്നെ പിടിക്കണമെന്ന്. യോന വിചാരിച്ചു ദൈവത്തിൻ്റെ കൺവെട്ടം വിട്ട് താൻ രക്ഷപ്പെടുകയാണെന്ന്. അങ്ങനെ കപ്പലിൽ കയറി യാത്ര ആരംഭിച്ചു. ദൈവം അവനെ പിടിച്ചത് നടുക്കടലിലാണ്. കലുഷിതമായ തിരമാലകളിലൂടെ, കാറ്റ് ആഞ്ഞടിച്ചതിലൂടെ. ചില അപകടങ്ങൾ സത്യത്തിൽ ദൈവത്തിൻ്റെ വിളി തന്നെയാണ്. ദൂതപുത്രൻ്റെ ജീവിതത്തിൽ തിരിച്ചുവരവിൻ്റെ വെട്ടം അവന് കിട്ടിയത് അവൻ്റെ ക്ഷാമകാലത്താണ്. ക്ഷാമം ദുരന്തമാണ്, പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തിരിച്ചുവിളിയാണത്. പ്രവാചകന് തൻ്റെ ജീവിതം അപകടത്തിലായപ്പോഴാണ് ദൈവം തന്നെ പിടിക്കാൻ ആരംഭിച്ചുവെന്ന് തിരിച്ചറിവ് കിട്ടിയത്. ഇഗ്നേഷ്യസ് ലയോളോ ഒരുപാട് ലോകത്തിന് സൗഭാഗ്യയുടെ മധ്യം നടന്നവനാണ്. അവരെ ദൈവം വിളിച്ചത് രോഗത്തിലൂടെയാണ്. നമുക്കറിയാം ഫ്രാൻസിസ് അസീസി ഒരുപാട് ലോക സൗഭാഗ്യങ്ങളിൽ ആടിപ്പാടി നടന്നൊരു യുവാവാണ്. അവനും ഒരു തടവറയിലേക്ക് കടന്നു പോകുന്നുണ്ട്. യുദ്ധം തോറ്റ് ആ തടവറയുടെ ഇരുട്ട് മുറിയ അവനെ വീണ്ടെടുത്തത്. നമുക്കറിയാം സാംസൺ, ഒരുപാട് ആത്മീയ കൃപയുള്ളവൻ, ആ അനുഗ്രഹത്താൽ അഹങ്കാരിയായവൻ, അവനെയും ദൈവം വീണ്ടെടുത്തതൊരു തടവറയിലാണ്. ചില ദുഃഖ ദുരന്തങ്ങളുടെ നടുവിൽ ഒരു വീണ്ടെടുപ്പിൻ്റെ വിചാരം പലർക്കും ഉണ്ടാകും. എന്നാൽ യോനായ്ക്കാണോ അത് സംഭവിച്ചത്? ആദ്യം അതൊന്നും സംഭവിച്ചില്ല. കാറ്റ് ആഞ്ഞടിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരുപാട് പേർ സങ്കടപ്പെടുന്നുണ്ട്. കപ്പിത്താൻ, അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ. എന്നാൽ യോന മാത്രം സുഖമായി ഉറങ്ങിയെന്നാണ് പറയുന്നത്. ചുറ്റും ദുരന്തങ്ങളും സങ്കടങ്ങളും നടന്നിട്ടും അതിനെക്കുറിച്ച് ഗൗരവമായി ഒന്നും അറിയാതെ മയങ്ങുന്നവൻ. ഇന്നുമില്ല അതുപോലെ ഒരുപാട് വ്യക്തികൾ. എന്തുമാത്രം ദുഃഖങ്ങളാണ്, യുദ്ധങ്ങളാണ്, കലഹങ്ങളാണ്, തീവ്രവാദങ്ങളാണ്. മനുഷ്യർക്ക് ജീവിതം കാത്തു സൂക്ഷിക്കാനാകുന്നില്ല. എന്നിട്ടും നമ്മളെങ്ങനെയാണ്? നമ്മുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൽ ചുറ്റുമിരുന്നു കൊണ്ട് നമ്മൾ കുശലങ്ങൾ പറയുന്നു, തമാശയിൽ ജീവിക്കുന്നു, ഈ ആത്മീയ ജീവിതത്തെ നിഗൂഢമായൊരു ഉറക്കത്തിലേക്ക് തള്ളിയിടുന്നു. യോനായും അങ്ങനെ തന്നെയായിരുന്നു. ഈ കടലിലേക്ക് കാറ്റായി ദൈവം കടന്നു വന്നു അവനെ വീണ്ടെടുക്കാൻ. ഈ കപ്പൽ യാത്ര ഓർക്കുമ്പോൾ
ചരിത്രത്തിലെ മറ്റൊരു കപ്പൽ യാത്ര ഓർക്കുകയാണ്. ജോൺ ഹെൻറി ന്യൂമാൻ്റെ, ഒരു ആംഗ്ലിക്കൻ വൈദികനായിരുന്നു. സഭയുടെ ചരിത്രമൊക്കെ പഠിച്ചു മനസ്സിലാക്കി. അപ്പോൾ അവന് മനസ്സിലായി സത്യവിശ്വാസം കത്തോലിക്ക സഭയിലാണെന്ന്. ആ തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടിയപ്പോൾ അവൻ റോമിലേക്ക് കപ്പൽ കയറുന്നുണ്ട്. അവിടെ ചെന്ന് മാർപ്പാപ്പയോട് സംസാരിക്കുന്നു. തിരിച്ച് ക്രൈസ്തവ സഭയിലേക്ക് വരണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. പിതാവ് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹവുമായിട്ട് അവൻ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറുന്നുണ്ട്. ആ കപ്പൽ മെഡിറ്ററേനിയൻ കടലിലെത്തിയപ്പോൾ പെട്ടെന്ന് കാറ്റ് നിലച്ചു പോകുന്നു. പായ്ക്കപ്പലാണ്, കാറ്റില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. ആ പ്രകൃതി പ്രതിഭാസത്തിന് മുമ്പിൽ എല്ലാവരും സ്തംഭരായി നിൽക്കുന്നു. നടുക്കടലിൽ കപ്പൽ മുന്നോട്ട് പോകുന്നില്ല, കാറ്റില്ലാതെ. കപ്പിത്താൻ പറഞ്ഞു, ഉടനെ കാറ്റ് വരും, ക്ഷമയോടെ കാത്തിരിക്കാം. എന്നാൽ ശേഖരിച്ച് വെച്ച ഭക്ഷണവും ശുദ്ധജലവുമൊക്കെ തീരാറായി. എല്ലാവരും പ്രതീക്ഷ അസ്തമിച്ചു. രോഗിയായി ജോൺ ഹെൻറി ന്യൂമാൻ തൻ്റെ മുറിയിലിരിക്കുക. പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ക്രൂശിന് മുമ്പിൽ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഉള്ളിലേക്ക് പെട്ടെന്നൊരു പ്രാർത്ഥന ഗാനം രൂപപ്പെട്ടു വന്നു. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന മനോഹരമായ ഗാനം. നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ. ജോൺ ഹെൻറി ന്യൂമാൻ എഴുതിയ പ്രാർത്ഥന ഗാനമാണ്. അതെഴുതിക്കഴിഞ്ഞ് വെറുതെ ജാലകത്തിലേക്ക് നോക്കിയപ്പോൾ പതിയെ ജാലകത്തിൻ്റെ കർട്ടൻ അനങ്ങുന്നു. കാറ്റ് വരുന്നു. ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു, ഇതാ ഒടുവിൽ കാറ്റ് വന്നിരിക്കുന്നു, ദൈവമായി നമ്മെ തീരെ തണയ്ക്കാൻ. കാറ്റ് വന്നു. എല്ലാവരും സന്തോഷിച്ചു. ആ കപ്പലിനെ തീരത്തെത്തിക്കുക തന്നെ ചെയ്തു. സത്യം, കാറ്റ് വരുത്തുന്നതും കാറ്റ് നിലയ്ക്കുന്നതും ദൈവത്തിന് ഇടപെടൽ കൊണ്ടാണ്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് യോനാ പ്രവാചകനും. ആ കപ്പലിലേക്ക് കാഞ്ഞ ആനടിക്കുകയാണ്. കപ്പൽ മുങ്ങിത്താഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നിട്ടും അവനൊന്നും അറിയുന്നില്ല. നീണ്ട നിദ്രയിൽ. ആദ്യം ആരാ പ്രാർത്ഥിച്ചത്? വിജാതിരായ കപ്പിത്താൻ മറ്റുള്ളവരുമാണ്. ദൈവത്തെ അറിയാത്തവരാ. നോക്കിയപ്പോഴിതാ യോന മയങ്ങിക്കിടക്കുന്നു. വിളിച്ചുണർത്തിയിട്ട് ആ കപ്പിത്താൻ പറയുന്നുണ്ട്, നീയും പ്രാർത്ഥിക്കും നിൻ്റെ ദൈവത്തോട്, ഒരുപക്ഷെ ആ ദൈവം കേട്ട് നമ്മളെ രക്ഷിക്കട്ടെ എന്ന്. ദൈവത്തെ അറിയാത്തൊരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. സത്യം, ഈ ലോകം നാശത്തിൻ്റെ വക്കിലാണ്. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണം. എൻ്റെ വചന പ്രഘോഷണമോ സെമിനാറുകളോ ഒന്നുമല്ല ഈ ലോകത്തിന് ആവശ്യം. വേണ്ടത് പ്രാർത്ഥനയാണ്. ഒരുപാട് പേർ അനുദിനം വരുന്നുണ്ട് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട്. ജോലി നഷ്ടപ്പെടുന്നു, രോഗം വരുന്നു, കടക്കണിയ, വീട് നഷ്ടപ്പെടുന്നു, വിവാഹമോചനം വക്കില്ല. എല്ലാവർക്കും വേണ്ടത് പ്രാർത്ഥനയാണ്. സത്യം, എൻ്റെ പ്രസംഗമില്ലാതെ ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. പ്രാർത്ഥനയില്ലാതെ ഒരു പടി പോലും മുന്നോട്ട് പോകാനാകില്ല. പ്രാർത്ഥന വേണം. അവർ പ്രാർത്ഥിച്ചു. യോനാ പ്രവാചകൻ അപ്പോൾ സത്യം പറഞ്ഞു, ഞാൻ കാരണമായി ദുരന്തമെന്ന്. എന്നെ പുറത്തേക്ക് തള്ളാൻ പറഞ്ഞു. അവർ അവനെ കടലിലേക്ക് എറിഞ്ഞു. അപ്പോൾ കടൽ ശാന്തമായി. നോക്കുക, പാപകാരണമായവൻ ആ കപ്പലിൽ നിന്ന് പുറത്തു പോയപ്പോഴാണ് അപകടങ്ങൾ അതിജീവിക്കാനായത്. പാപമുള്ളവൻ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അതെല്ലാവരെയും ബാധിക്കും. ഒരു കുടുംബത്തിൽ ഒരുപാട് തെറ്റിൻ്റെ വഴികളിൽ പോകുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൻ്റെ മുഴുവനും ദുരന്തത്തിൻ്റെ കാരണമാകാം. അതുതന്നെ ആ കപ്പലിലും സംഭവിച്ചത്. അവൻ പുറത്തു പോയപ്പോൾ ആ കപ്പിത്താനും മറ്റുള്ളവർക്കും മനസ്സിലായി, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം ഇവൻ്റെ ദൈവമാണെന്ന്. ഈ കപ്പൽ യാത്ര ചെയ്ത് താസൂസിലേക്കാണ്. ദൈവത്തിൻ്റെ ശക്തിയും പ്രാപവും മനസ്സിലാക്കിയ ഈ കപ്പിത്താനും വിജാതീയരും അവിടേക്ക് പോയത്. അതെ, അവിടെ തന്നെ ഒരു മാനസാന്തരം നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴി വളരെ വ്യതിരിക്തമാണ്. നമുക്കൊന്നും മനസ്സിലാകില്ല. ഇതാണ് ആദ്യത്തെ അധ്യായം. നോക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു പോയവൻ, പലായനം ചെയ്തവൻ, ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറുന്നുവെന്ന് ആശ്വസിച്ചുകൊണ്ട് ഇല്ല, ദൈവം അവനെ പിടിച്ചു. ഒടുവിൽ ഏറ്റവും മോശപ്പെട്ട കടലിൻ്റെ അഗാധതയിലേക്ക് അവൻ തള്ളപ്പെട്ടു. കടലിലേക്കെറിഞ്ഞ ദൈവം തന്നെ അവനെ രക്ഷിക്കുവാൻ മത്സ്യത്തെയും അയച്ചു. രണ്ടാമത്തെ അധ്യായം പ്രാർത്ഥനയാണ്. അതെ, ഒരു പ്രാർത്ഥനയാണ് അതിലുള്ളത്. ദീർഘമായ യോനായുടെ പ്രാർത്ഥന.
മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ നിസ്സഹായതയിൽ അവൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കപ്പലിനെയോ കപ്പിത്താനെയോ തിരമാലയോ കാറ്റിനെയോ ദൈവത്തെപ്പോലും കുറ്റപ്പെടുത്താതെ അവൻ പറയുകയാണ്, ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ഞാനിവിടെ. അതാണ് ഏറ്റുപറച്ചിൽ. സാംസൺ ചെയ്തല്ലോ, തടവറയിലിരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏറ്റുപറച്ചില്ല, നഷ്ടപ്പെട്ട അവൻ്റെ കൃപകളും ശക്തി ദൈവം തിരികെ കൊടുത്തത്. യോനായും പ്രാർത്ഥിച്ചു, ദൈവം അതുകൊണ്ട് തന്നെ അവനെ വീണ്ടെടുത്തു. പിന്നെ കാണുന്നത് ആ മത്സ്യം അവനെ നിനവേയിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് തുപ്പിയിടുന്നതാണ്. അവൻ എവിടെ പോകേണ്ടെന്ന് ആഗ്രഹിച്ചുവോ അവിടെ അവൻ തിരികെ എത്തി. ദൈവം അകന്നു പോയിട്ടും ദൈവം അവനിലേൽപ്പിച്ച നിയോഗം അവനൊന്നും മാറ്റിയില്ല. അതെ, ചിലപ്പോൾ ഇടറിപ്പോകുന്ന അഭിഷിക്തരുണ്ടാകും, സമർപ്പടിയിൽ വീണു പോകുന്നവരുണ്ടാകും, കുടുംബജീവിതം മറന്നു പോകുന്നവരുണ്ടാകും. എങ്കിലും ദൈവം അവരേൽപ്പിച്ച ചില നിയോഗങ്ങൾ തിരികെ എടുക്കില്ല. ഓർക്കുക, ദൈവം എല്ലാവർക്കും രണ്ടാമത് അവസരം കൊടുക്കാറില്ല. നമുക്കറിയാം, ലോത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ഉപ്പുതൂണായി മാറി. എന്നാൽ യോനായ്ക്ക് വീണ്ടും അവസരം കൊടുത്തു. അതോടെ 3-ാമത്തെ അധ്യായവും ആരംഭിച്ച് പ്രസംഗം. നിനവേ നിവാസിന് മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരിക്കൽ പോലും ചാഞ്ചല്യമില്ലാതെ ആത്മധീരത്തോടെ അവൻ പ്രസംഗിച്ചതൊന്നു മാത്രമാണ്, 40 ദിവസം കൊണ്ട് നിനവേ നശിക്കപ്പെടും. ഏറ്റവും കനമുള്ള വാക്ക്. പക്ഷേ ഒറ്റ വാക്കുകൊണ്ട് ആ നഗരം മുഴുവനും മാനസാന്തരപ്പെട്ടു. ഒരു പക്ഷേ യോനാ പോലും പ്രതീക്ഷിച്ചിരിക്കില്ല, നിനവേ നിവാസികൾ പോലും ആഗ്രഹിച്ചിരിക്കില്ല. എന്നിട്ടും ദൈവം അവിടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ചാകുവസ്ത്രം ധരിച്ച് ചാരത്തിലിരുന്ന് ഉപവസിച്ച് അനുദപിക്കാൻ ആരംഭിച്ചു. തീർന്നില്ല. 4-ാമത്തെ അധ്യായം അത് യോനായെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അധ്യായമാണ്. നോക്കുക, ഈ നിനവേ നിവാസികളോട് മുഴുവൻ ദൈവം ക്ഷമിച്ചപ്പോൾ, അവർ മുഴുവനും നന്മയിലേക്ക് കടന്നു വന്നപ്പോൾ അനുദപിക്കാതെ പോയ ഒരു വ്യക്തി മാത്രമുണ്ടായിരുന്നു. അത് യോനാ പ്രവാചകനാണ്. കാരണം അവരോട് ദൈവം കരുണ കാണിച്ചപ്പോൾ അതിൽ മനം നൊന്തവൻ. മത്സ്യത്തിനുള്ളിലായിരുന്നപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചവൻ ഇപ്പോൾ ഇതാ എൻ്റെ ജീവൻ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവം അവരെ ശിക്ഷിക്കുന്നില്ലെന്നതുകൊണ്ട്. ഇതല്ലേ ഏറ്റവും മോശപ്പെട്ട വീഴ്ച. അതെ, ഒരുപാട് കരുണ കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവനാണ് യോന. അകന്നു പോയിട്ട് ദൈവം തിരികെ കൊണ്ടുവന്നവനാ. ദൈവത്തിൽ നിന്നും അവൻ കരുണ സ്വീകരിച്ചു. എന്നാൽ യോന പ്രവാചകൻ സ്വീകരിച്ച അതേ കരുണ നിനവേ നിവാസികൾ കിട്ടിയപ്പോൾ അവൻ അതിനെതിരെ കലഹിക്കുന്നു, എതിർക്കുന്നു. ഇതല്ലേ ഏറ്റവും വലിയ ആത്മീയ അഹങ്കാരം. യോനായ്ക്കതുണ്ടായി. വചനം പറയുന്നത്, കിഴക്കേക്ക് മാറി ഒരു കൂടാരത്തിൽ അവൻ താമസിച്ച് ഈ നഗരം നശിക്കുന്നതും കാത്ത് അവൻ ഇരിക്കാൻ ആരംഭിച്ചെന്ന് ബൈബിൾ നാം വായിച്ചിട്ടില്ലേ? യജമാനനോട് 10,000 താലന്ത് കടമുണ്ടായിരുന്ന ഭൃത്യൻ കരഞ്ഞപ്പോൾ കരുണ കാണിച്ചതൊക്കെ ഇളവ് ചെയ്ത് കൊടുത്ത യജമാനൻ. എന്നാൽ അവനൊരു സഹഭൃത്യനെ കണ്ടപ്പോൾ അവന് 100 ദനാറയുടെ കടമുണ്ടായതിൻ്റെ പേരിൽ കരുണ കാണിക്കാതെ അവനെ പ്രഹരിക്കുകയും തടവിൽ പാർപ്പിക്കുകയും ചെയ്തില്ലേ? ഇതേ ഭൃത്യൻ തന്നെയല്ലേ യോനാ പ്രവാചകൻ? ചിലപ്പോൾ നമ്മൾ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുപാട് കരുണ നൽകിയിട്ട് കുമ്പസാരക്കൂട്ടി നിന്നുകൊണ്ട് ഒരു പാപിയുടെ ചെറിയ പാപങ്ങൾ പോലും ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ ഉള്ളിലുണ്ട് ഈ മനുഷ്യൻ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടർച്ചകൾ ഉണ്ടായിരുന്നിട്ടും എൻ്റെ ഭാര്യയുടെ ഭക്ഷണത്തിലൊരു ഉപ്പൽപ്പം കൂടിപ്പോയതിൻ്റെ പേരിൽ കലഹിക്കുന്ന ആ ഭർത്താവിൻ്റെ ഉള്ളിലുണ്ട് ഈ യോന. ഒരുപാട് പേരിലുണ്ട്. ദൈവം നിരവധിയായ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ അത് കണ്ട് മറ്റുള്ളവരിലേക്കും ആ കരുണ വർഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. യോനായ്ക്ക് കഴിഞ്ഞില്ല. അവനങ്ങനെ വാശി പിടിച്ച് ആ കൂടാരത്തിൽ താമസിക്കുമ്പോൾ മുമ്പിലിതാ ഒരു മുന്തിരിച്ചെടി ദൈവം നട്ടു വളർത്തുന്നു. അവനത് കാണുന്നുണ്ട്. പിന്നെ ഒരു പുഴു അതിലേക്ക് വരുന്നു, അതിനെ തിന്നാൻ ആരംഭിക്കുന്നു. അത് കണ്ട് യോന വീണ്ടും ദൈവത്തോട് കലഹിക്കുന്നു. അപ്പോഴാണ് ദൈവം അവനോട് പറയുന്നത്, ഈ ചെടി നീ വളർത്തിയതല്ല, ഇന്ന് വളർന്നു നാളെ നിനക്കുന്നു ഒന്ന്. എന്നിട്ടും നിനക്കിതിനോട് അനുകമ്പ തോന്നിയെങ്കിൽ 1,20,000 പേർ തിങ്ങിപ്പാർക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് കരുണ തോന്നണ്ടേ?
ആ വാക്കിലാണ് യോന മാനസാന്തരപ്പെടുന്നത്, അവരുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുന്നത്. ഓർക്കുക, ആദ്യത്തെ അധ്യായം പലായനമാണ്. ദൈവത്തിൻ്റെ കൽപ്പന മറന്ന് പലായനം ചെയ്തവൻ, പിന്നെ പ്രാർത്ഥിച്ച് തിരികെ വരുന്നവൻ, ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നവൻ, ഒടുവിൽ അവനും പരിവർത്തനമുണ്ടായി യോനായ്ക്ക്. ഈ യോന നമുക്കുള്ളിലൊരു സാധ്യതയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പന മറന്ന് അകന്നു പോയിട്ടുണ്ടാകും. നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കാൻ പരിശ്രമിക്കുന്നുണ്ടാകാം, വചനം പ്രഘോഷിക്കുന്നുമുണ്ട്. സത്യത്തിൽ വേണ്ടത് പരിവർത്തനമാണ്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മൾ നിറയപ്പെടുന്നത് കണ്ട്, മറ്റുള്ളവരിലേക്ക് ചൊരിയപ്പെടുന്നത് കണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ, പരിവർത്തനമുണ്ടാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.